ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ വിഭവമാണ് കടായി പനീർ. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ സ്ഥിരം കേൾക്കുകയും കാണുകയും ചെയ്യുന്നൊരു വിഭവമാണ്. സിമ്പിളായിട്ട് വീട്ടിലെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കടായി പനീറിന് വേണ്ടി നമുക്ക് ആദ്യം ഒരു മസാല ഉണ്ടാക്കാനുണ്ട്. അതിനുവേണ്ടി പാൻ ചൂടാകുമ്പോൾ 1 സ്പൂൺ മുഴുവൻ മല്ലി, ഒരു ചെറിയ സ്പൂൺ ജീരകം, ഒരു ചെറിയ സ്പൂൺ മുഴുവൻ കുരുമുളക്, 2 വറ്റൽമുളക്, കറുവപ്പട്ട ഒരു ചെറിയ പീസ്, 2 ബേ ലീഫ്, ഇത്രയും ചേർത്ത് ഒന്ന് നന്നായി ചൂടാക്കിയെടുക്കാം. തണുത്തതിന് ശേഷം ഇത് നന്നായി പൊടിച്ചെടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ 1 സ്പൂൺ ബട്ടറും കുറച്ച് ഓയിലും ചേർത്ത് കൊടുക്കാം. 2 സവാള അരിഞ്ഞത് പൊടിയായി അരിഞ്ഞതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ഓരോ സ്പൂൺ എടുത്തതാണ്, അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയുടെ നിറം ഒന്ന് ബ്രൗൺ കളറോളം എത്തണം. 1 പച്ചമുളക് കീറിയതും ചേർക്കാം. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2 പച്ചമുളകോളം ചേർക്കാം. സവാള വഴണ്ട് വന്നു കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ പ്യൂരി വെള്ളം ചേർക്കാതെ മിക്സിയിൽ ഒരു വലിയ തക്കാളി എടുത്തതാണ്. ടൊമാറ്റോയുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം ചേർത്ത് പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് കടായി മസാല നമ്മൾ നേരത്തെ റെഡിയാക്കി പൊടിച്ച് വെച്ചിട്ടുണ്ട്, അത് ഇതിനകത്തേക്ക് ചേർക്കാം. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഒരു 5 മിനിറ്റ് വഴറ്റാം. എല്ലാം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു വലിയ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം ചൂടുവെള്ളം ചേർക്കാം. ഒന്ന് തിളച്ച് വരട്ടെ. ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നവരെ നമുക്കൊരു 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് പനീറും ബാക്കി വെജിറ്റബിൾസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടർ, കുറച്ച് ഓയിൽ, ഏതെങ്കിലും സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ യൂസ് ചെയ്യണം, വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. ഓയിൽ ചൂടായി വരുമ്പോൾ സവാള, ഒരു വലിയ സവാള ഇതളുകളാക്കി എടുത്തതാണ്, കട്ട് ചെയ്യേണ്ട, കുറച്ച് വലിയ പീസായിട്ട് ഇങ്ങനെ എടുക്കണം. ഒന്ന് വഴറ്റാം. ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർക്കാം. ഞാനിവിടെ ഗ്രീൻ ക്യാപ്സിക്കവും ബെൽ പെപ്പർ യെല്ലോ കളറും എടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, ഗ്രീൻ മാത്രം ചേർത്താൽ മതിയാകും. ഫ്ലെയിം കൂട്ടി വെച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് ഫ്രൈ ആയി വന്നു കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് പനീർ ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചെറുതായി ഒന്ന് ഫ്രൈ ആയാൽ മതിയാകും. ഇനി നമുക്കിത് റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി
കസൂരി മേത്തി പൊടിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കയ്യിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി ഒന്ന് തിരുമിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയാകും. ഇതിലേക്ക് 1/4 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീം അല്ലെങ്കിൽ കാഷ്യൂനട്ട് പേസ്റ്റ് ഏതെങ്കിലും ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അവസാനം നമുക്കൊരു നുള്ള് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കടായി പനീർ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഡിഷ് തന്നെയാണിത്. നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.